സ്വാതി സന്തോഷാണ് വിവരങ്ങൾ നൽകാനുള്ളത്. സ്വാതി, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സഭയ്ക്കകത്തും പുറത്തുമായി വലിയ തരത്തിലുള്ള വിപുലമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു പ്രതിപക്ഷം. ഇന്ന് ശീതകാല സമ്മേളനം അവസാനിക്കുന്ന ദിവസം അതിലും വലിയൊരു പ്രതിഷേധത്തിനാണ് ഡൽഹി സാക്ഷ്യം വഹിക്കുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങൾ. തീർച്ചയായും അന്ന സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രതിപക്ഷം ഈ അമിത്ഷായുടെ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. ആ പ്രതിഷേധം വീണ്ടും ഇന്ന് ആരംഭിക്കുകയായിരുന്നു. വിജയ് ചൌക്കിൽ നിന്നും പ്രതിപക്ഷ എംപിമാരെല്ലാം തന്നെ ഒരുമിച്ചെത്തിക്കൊണ്ട് പാർലമെന്റിലേക്ക് പ്രതിഷേധവുമായി മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചകളാണ് കണ്ടത്. എന്തായാലും ഇപ്പോൾ സഭാ നടപടികൾ ആരംഭിക്കുമ്പോൾ ഈ വിഷയം തന്നെ പാർലമെന്റിൽ ഉന്നയിക്കും. ഇരു സഭകളിലും പ്രതിപക്ഷ എംപിമാർ ഉന്നയിക്കും എന്നുള്ളതിൽ സംശയമില്ല. ശക്തമായ പ്രതിഷേധം, അംബേദ്കറിനെ അപമാനിക്കുന്ന, അംബേദ്കറിനെ നിഷേധിക്കുന്ന ഒരു സമീപനം. ലോക്സഭയിൽ പ്രതിഷേധം കനത്തതോടുകൂടി പ്രതിപക്ഷം ബഹളം വെച്ചിരുന്നു. ലോക്സഭ പിരിഞ്ഞു. അതെ, തീർച്ചയായും ഇപ്പോൾ ഏറ്റവും പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് ലോക്സഭയിൽ വലിയ ഉണ്ടാകുന്നത് പ്രതിപക്ഷം ഇവിടെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നു, ലോക്സഭയിൽ ഞങ്ങൾ ഇത് ഉന്നയിക്കും. ഇന്ന് സഭ നിർത്തിവെച്ച് തന്നെ ഇത് ചർച്ച ചെയ്ത് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള ആഹ്വാനം നേരത്തെ തന്നെ പ്രതിപക്ഷ എംപിമാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഇന്ന് വലിയ പ്രതിഷേധം സഭയ്ക്കുള്ളിൽ ഉയരുന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലോക്സഭ പിരിഞ്ഞിരിക്കുന്നത്. എന്തായാലും രാജ്യസഭയിലും ഇതേ പ്രതിഷേധം തന്നെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതിൽ സംശയമില്ല. ഈ അംബേദ്കറിനെ നിഷേധിക്കുന്നത്, രാജ്യത്തെ ദളിതിനോടുള്ള കേന്ദ്ര സർക്കാരിന്റെ BJPയുടെ സമീപനമാണ്. ദളിത് വിരുദ്ധതയാണ് കേന്ദ്ര സർക്കാർ കൊണ്ടു നടക്കുന്നത്. BJPയുടെ അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലൊരു പരാമർശം കേന്ദ്രമന്ത്രി അമിത്ഷാ നടത്തുന്നത്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അമിത്ഷാ രാജിവെക്കണം, ഈ രാജ്യത്തെ ജനങ്ങളോട് മാപ്പ് പറയണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് രാവിലെ ഈ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഇന്ത്യ മുന്നണി ഐക്യത്തോടെ 200ഓളം എംപിമാർ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് വലിയ പ്രതിഷേധമായി പ്രിയങ്ക ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, ഇടതുപക്ഷ എംപിമാരായിട്ടുള്ള രാജ്യസഭാ എംപി ഡോക്ടർ ജോൺ ബ്രിട്ടാസ്, വി ശിവദാസൻ അടക്കമുള്ള ഇടത് ലോക്സഭാ കക്ഷി നേതാവ് കൂടിയായിട്ടുള്ള കെ രാധാകൃഷ്ണൻ എംപി അടക്കമുള്ളവർ നമ്മളോടൊപ്പം പ്രതികരിക്കുമ്പോൾ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ള ആഹ്വാനം തന്നെയാണ് ഉണ്ടായത്. അവരെല്ലാം ഒരേ ഐക്യത്തോടെ ഇത് തന്നെ പറഞ്ഞുകൊണ്ട് അംബേദ്കറിന്റെ ചിത്രം പതിപ്പിച്ച പ്ലക്കാർഡുകളുമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അമിത്ഷാ രാജിവെക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് ഇന്ത്യ മുന്നണി പോകുന്നു. തുടക്കം മുതൽ തന്നെ ഈ ശീതകാല സമ്മേളനത്തിന്റെ തുടക്കം മുതൽ പരിശോധിച്ചു കഴിഞ്ഞാൽ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ, അദാനി വിഷയം, മണിപ്പൂർ വിഷയം, സംഭൽ, ഒടുവിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഈ ബില്ലിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു. അതിന് പിന്നാലെയാണ് അമിത്ഷായുടെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള പരാമർശം കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിനെതിരെയാണ് ഇത്തരത്തിൽ രാജ്യവ്യാപകമായ ഒരു പ്രതിഷേധത്തിന് ഇന്ത്യ മുന്നണി ആഹ്വാനം ചെയ്യുമ്പോൾ പാർലമെന്റിലും ഈ ശബ്ദം നിലയ്ക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്ന നടപടികളാണ് എന്തായാലും പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ എന്തായാലും ഈ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല. അതോടൊപ്പം അമിത്ഷായോട് മാറി നിൽക്കണമെന്ന്, അല്ലെങ്കിൽ അമിത്ഷായോട് രാജിവെക്കണമെന്ന് പ്രതിപക്ഷവും രാജ്യത്തെ ജനങ്ങളാകെ ആവശ്യപ്പെടുമ്പോൾ അതിനോട് മുഖം തിരിയുന്ന സമീപനം സ്വീകരിക്കുന്നു. എന്തായാലും രാജ്യസഭയിലും പ്രതിഷേധ സ്വരം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ലോക്സഭയിൽ തുടക്കം ഇവിടെ നിന്നും കടന്നുകൊണ്ട് പാർലമെന്റിന് വളപ്പിനുള്ളിലേക്ക് കയറി, പാർലമെന്റ് സഭാ നടപടികൾ ആരംഭിക്കുമ്പോൾ തന്നെ ലോക്സഭ പിരിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത്തരത്തിൽ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അമിത്ഷായുടെ ഏറ്റവും ഗുരുതരമായ പരാമർശത്തിനെതിരെ വലിയ പ്രതിഷേധം രാജ്യം ഒട്ടാകെ നടക്കുന്നു. ശീതകാല സമ്മേളനം അവസാനിക്കുന്ന ദിവസം പോലും പ്രതിഷേധവുമായി ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അന്ന. അതെ സ്വാതി, അംബേദ്കർ എന്ന് പലതവണ ആവർത്തിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ആ സമയം ദൈവത്തെ വിളിച്ചാൽ മോക്ഷം കിട്ടും എന്ന അതിഗുരുതരമായ ഒരു പരാമർശമാണ് അമിത്ഷായുടെ ഭാഗത്തു നിന്ന് രാജ്യസഭയിൽ ഉണ്ടാകുന്നത്. രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പിയെ, രാജ്യത്തിന്റെ ഭരണഘടനയോട് ഭരണകൂടത്തിനുള്ള നിലപാട് ഇതാണ് എങ്കിൽ ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടാണല്ലോ പ്രതിപക്ഷം സ്വീകരിക്കുന്നത്.
अमित शाह राजिवेक्कु अमित शाह राजिवेक्कु अमित शाह राजिवेक्कु തീർച്ചയായും അന്ന സൂചിപ്പിച്ച പോലെ തന്നെയാണ് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഈ സഭയിലേക്ക് വരുമ്പോൾ അവർ ഭരണഘടനയോട് കൂറ് പുലർത്തുന്നവരാണ്, അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസുകൾ ഈ ലോക്സഭയിലെ പ്രതിപക്ഷത്തോട് ക്ലാസുകൾ എടുക്കുന്ന ഒരു സമീപനം BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ പ്രതിപക്ഷം നിരന്തരമായി ചൂണ്ടിക്കാണിച്ചു, നിങ്ങൾ ഭരണഘടനയെ അവഗണിക്കുന്നവരാണ്, ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ്, നിങ്ങളുടെ നീക്കങ്ങൾ ഭരണഘടനയെ കത്തിച്ച ചരിത്രമുള്ളവരാണ് BJP എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഭരണഘടനാ ചർച്ച നടക്കുമ്പോൾ പോലും അത്തരത്തിലൊരു സമീപനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും പ്രതിപക്ഷം നിരന്തരമായി ഇതിനെതിരായ പ്രതിഷേധങ്ങൾ ഈ ലോക്സഭയിലും രാജ്യസഭയിലും ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായി. അതിനു പിന്നാലെയാണ് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടാകുന്നത്. തീർച്ചയായും രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന ചില മൗലിക അവകാശങ്ങളെ അടക്കം ലംഘിച്ചുകൊണ്ട് ഇന്ന് ഭരണഘടനയ്ക്കെതിരെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ അത് മാറ്റി നിർത്തി പരിശോധിക്കുവാനോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഗുരുതരമായ ഒരു പരാമർശം ഉണ്ടാകരുത് എന്ന് താക്കീത് ചെയ്യാനോ ഒരു കേന്ദ്ര സർക്കാർ ഇല്ല, അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന BJPക്ക് അതിന് കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഭരണഘടനയ്ക്ക് അതീതമായി ഭരണഘടനാ മൂല്യങ്ങളെല്ലാം തച്ചുടച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നീക്കങ്ങൾ തന്നെയാണ് BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെതിരെ BJPക്കെതിരെ ഉയർത്തേണ്ടി വന്നത് പ്രതിപക്ഷത്തിന്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ പ്രതിപക്ഷം പാർലമെന്റിൽ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലോക്സഭ പിരിയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ലോക്സഭയിൽ രാവിലെയും പ്രതിപക്ഷം ഇവിടെ നിന്നും മാർച്ചായി പോയതിനു ശേഷം പ്രതിപക്ഷം അവിടെ വലിയ ശബ്ദമാണ് ഉയർത്തിയത്. ഇത്തരത്തിൽ ഭരണഘടനാ ശില്പിയെ തന്നെ നിഷേധിക്കുന്ന ഒരു സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നു. അത് അംഗീകരിക്കാൻ കഴിയില്ല. ഭരണഘടനയെ തച്ചുടയ്ക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾ ഓരോരുത്തരും അംബേദ്കറിനെ ബഹുമാനിക്കുന്നവരാണ്. അംബേദ്കറിന്റെ ചിത്രങ്ങൾ അടങ്ങുന്ന പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ അംബേദ്കറിനൊപ്പമാണ്. ദളിത് വിരുദ്ധത എന്ന് പറയുന്നത് BJPയുടെ ദളിത് വിരുദ്ധതയെ ഒരിക്കലും രാജ്യം അംഗീകരിക്കില്ല എന്നുള്ള ആഹ്വാനം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാകുന്നത്. ഭരണഘടനാ ചർച്ചയിൽ പോലും ഭരണഘടനയ്ക്ക് അതീതമായി അംബേദ്കറിനെതിരെ സംസാരിച്ചവരാണ് BJP എന്ന് പ്രതിപക്ഷ MP-മാരടക്കം പറയുന്നു. കേരളത്തിൽ നിന്നുള്ള എല്ലാ MP-മാരും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയായിരുന്നു. രാവിലെ മുതൽ വിജയ് ചൌക്കിൽ രാവിലെ 10 മണിയോടെ പ്രതിഷേധം ആരംഭിക്കുമ്പോൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, അതായത് കോൺഗ്രസിന്റെ MP-മാരും ഇടത് MP-മാരും അടക്കം ഇന്ത്യ മുന്നണിയുടെ ഒരു ഐക്യം, ഇന്ത്യ മുന്നണി വലിയ തരത്തിൽ ഇതിന് കേന്ദ്ര സർക്കാരിന് വലിയ സമ്മർദ്ദം എന്തായാലും ഉയർത്തുമെന്നുള്ളതിൽ സംശയമില്ല. ലോക്സഭയിൽ ഇപ്പോൾ രാജ്യസഭയിൽ ഇപ്പോൾ 12 മണി വരെ പിരിഞ്ഞിരിക്കുന്നു എന്ന ലോക്സഭയുടെ കവാടത്തിലും വളപ്പിലും ഒന്നും യാതൊരു വിധത്തിലുള്ള പ്രതിഷേധവും ഇനി അനുവദിക്കില്ല. അതിന് വിലക്കേർപ്പെടുത്തിയിരുന്നു ഇന്നലെ ലോക്സഭാ സ്പീക്കർ. ഒപ്പം രാഹുൽ ഗാന്ധി ഇന്നലെ നടന്ന സംഘർഷത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ഈ വിജയ് ചൌക്കിൽ നടന്നിരിക്കുന്ന പ്രതിഷേധം ശക്തമായ രീതിയിൽ പ്രതിപക്ഷം പ്രതിഫലിപ്പിക്കുകയാണ്. രാജ്യസഭയിലും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് പ്രതിപക്ഷം. ഇന്ത്യ മുന്നണിയിൽ ശക്തമായ നിലയ്ക്ക് പൂർണ്ണമായ പിന്തുണയോടുകൂടി, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരിപൂർണ പിന്തുണയോടുകൂടി ഒരു സമരത്തിന് നേതൃത്വം നൽകുന്നു പ്രതിപക്ഷ കക്ഷികൾ എന്നാണല്ലോ. പിന്നോട്ടില്ല എന്നുള്ള നിലപാട് ആവർത്തിക്കുകയാണ് പ്രതിപക്ഷം. തീർച്ചയായും അന്ന സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നാകെ ചേർന്നുകൊണ്ട് ഒരു ഐക്യം ഇന്ത്യ മുന്നണി ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന ഒരു നിലപാടാണ് നമുക്ക് ഇന്ന് ഈ ഒരു സമരത്തിലൂടെ, ഈ ഒരു പാർലമെന്റ് മാർച്ചിലൂടെ, ഈ പ്രതിഷേധത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപോലെ ഐക്യത്തോടെ മുന്നോട്ട് നീങ്ങുകയാണ്. കേന്ദ്ര സർക്കാരിന് ഇത്തരം ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകൾ അംഗീകരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരിക്കെ അമിത്ഷായുടെ ഗുരുതരമായ പരാമർശം, ആ അമിത്ഷയെ പിന്തുണയ്ക്കുന്ന നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു. ഈ ശീതകാല സമ്മേളനത്തിന്റെ അവസാന ദിവസം പോലും ഇന്ന് ലോക്സഭയും രാജ്യസഭയും പിരിഞ്ഞുകൊണ്ട് പാർലമെന്റ് സമ്മേളനം അവസാനിക്കാനിരിക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലൊരു നീക്കവുമായി അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായ ഒരു രീതിയിലേക്ക് ഭരണഘടനാ ശില്പിയെ നിഷേധിക്കുന്ന സമീപനം സ്വീകരിക്കുമ്പോൾ എങ്ങനെ ഞങ്ങൾ പ്രതിഷേധിക്കാതിരിക്കും എന്നുള്ളതാണ് പ്രതിപക്ഷ MP-മാരെല്ലാവരും മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ ഭാഗമായി ഉണ്ട്. 200ഓളം MP-മാർ വിജയ് ചൌക്കിലെ പ്രതിഷേധത്തിൽ ഉണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധി ഉണ്ടായിരുന്നു. പക്ഷെ പ്രതിപക്ഷ നേതാവിനെ, രാഹുൽ ഗാന്ധിയെ ആ പ്രതിഷേധത്തിൽ കണ്ടില്ലല്ലോ. രാഹുൽ ഗാന്ധി ഈ
ത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസമാണ് ഈ രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ ഈ പ്രതിഷേധിച്ചതിന് പിന്നാലെ വലിയൊരു സംഘർഷം അവിടെ പാർലമെന്റ് വളപ്പിൽ ഉണ്ടാകുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കുന്ന ഒരു നിലപാടിലേക്ക് പോകുന്നു. ഇപ്പോൾ FIR അടക്കം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു CBI അന്വേഷണം വേണമെന്നൊരു ആവശ്യം തന്നെ കേന്ദ്രം ഉന്നയിക്കുന്നു. അത്തരത്തിൽ വലിയ പ്രതിഷേധം രാഹുൽ ഗാന്ധിക്കെതിരെയും അല്ലെങ്കിൽ ലോക്സഭാ കക്ഷി പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്തരത്തിലൊരു നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്ന് രാവിലെ എന്തായാലും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ പോലും ബാക്കി എല്ലാ MP-മാരും ഇതിന്റെ ഭാഗമായി പ്രതിഷേധത്തിന്റെ ഭാഗമായി ചേർന്നിരുന്നു. വലിയൊരു ഐക്യം രൂപപ്പെട്ടുകൊണ്ട് ഇപ്പോൾ എന്തായാലും പ്രതിപക്ഷ MP-മാരെല്ലാം പാർലമെന്റിൽ നിന്ന് പുറത്തേക്ക് വരും.